റിപ്പോർട്ടുകൾ. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം തുടരുന്നു. തിരുവനന്തപുരത്ത് MSF പ്രവർത്തകർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. മലപ്പുറം ജില്ലയിൽ ഇന്നും MSF ഫ്രറ്റേണിറ്റി പ്രവർത്തകർ പ്രതിഷേധം തുടർന്നു. വയനാട്ടിലും കാസർഗോഡും KSUവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അതേസമയം മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി എന്നത് തെറ്റായ പ്രചാരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു. 2954 സീറ്റുകൾ മാത്രമാണ് കുറവ് വരിക. ഒന്നാം അലോട്ട്മെന്റ് കഴിയുന്നതിന് മുൻപേ സമരം ആരംഭിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം എന്ന് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിലെത്തിയാണ്. കഴിഞ്ഞ വർഷം ശതമാനവും കൂടുതൽ അവിടെയാണ്. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തുള്ള ഒരു നടപടിയാണ്. ഒന്നാമത്തെ സീറ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. ഞങ്ങൾ സീറ്റിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ അൺഎയ്ഡഡിൽ ചേർന്നവരുടെ കുട്ടികളുടെ എണ്ണം ഞാൻ പറഞ്ഞല്ലോ. അൺഎയ്ഡിൽ പറ്റില്ല, ശരി, വേണ്ട, അൺഎയ്ഡ് ഒഴിവാക്കിയിട്ട് ബാക്കി എടുക്കാൻ നോക്കും. ഇതിൽ കൂടുതലൊരു ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് MG പ്രതീഷാണ്. പ്രതീഷ്, മലപ്പുറത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നുവെന്ന ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ഒരു ഭാഗത്ത്, മറുവശത്ത് ഒന്നാം അലോട്ട്മെന്റ് കഴിയുമ്പോഴേ ഇത്തരം ഒരു ആരോപണവും സമരവും അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി പല കണക്കുകളും ഇരു കൂട്ടരും നിരത്തുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാതെ പോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ എത്ര സമയമെടുക്കും? മറ്റു വിവരങ്ങൾ, മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട്? ക്രിസ്റ്റീന, മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ അതേ വിശദീകരണം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്നും നൽകിയത്. അന്ന് നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ചില കണക്കുകൾ നിരത്തിയായിരുന്നു പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകിയത്. അതേ കണക്കുകൾ നിരത്തിയായിരുന്നു ഇന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നത്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന പ്രതികരണത്തിലേക്ക് വന്നാൽ നിലവിൽ 49,906 സീറ്റുകളിൽ ഇതുവരെ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ പ്രവേശനം നേടിയെന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കാര്യം. 10,897 പേർ അലോട്ട്മെന്റ് നൽകിയിട്ടും ഇവർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടും പ്രവേശനം നേടിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. 21,550 ഒഴിവുകളാണ് വിവിധ കോട്ടകളിൽ മലപ്പുറം ജില്ലയിൽ ഉള്ളത്. 11,083 അൺഎയ്ഡഡ് സീറ്റുകളും നിലവിൽ മലപ്പുറം ജില്ലയിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. 14,037 പേർ മാത്രമാണ് മലപ്പുറത്ത് ഇനി +1 സീറ്റിന് അഡ്മിഷൻ നേടാനുള്ളത്. ഇതാണ്
വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നൽകിയിരിക്കുന്ന മറുപടി. അതായത് നിലവിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലുള്ള ഒരു പ്രതിസന്ധി മലബാർ മേഖലയിലും +1 സീറ്റുമായി ബന്ധപ്പെട്ടും ഇല്ല എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന വിശദീകരണം. ഇതൊരു രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം മാറ്റിയെടുത്തു എന്നുള്ള ആരോപണം കൂടി വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിക്കുന്നുണ്ട്. ആദ്യ അലോട്ട്മെന്റ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം സമരം തുടങ്ങിയിരുന്നു. ഇത് ഒരു പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സമരം എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന വിശദീകരണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ശാന്തമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് ആ ശാന്തത തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കാര്യം. MSF ബോധപൂർവം പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. മലപ്പുറത്ത് വിദ്യാഭ്യാസ ഓഫീസിലേക്കടക്കം വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. ഉദ്യോഗസ്ഥരെ പൂട്ടിയിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെയൊക്കെ തന്നെ മന്ത്രി വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ അത്തരമൊരു പ്രതിസന്ധി മലബാർ മേഖലയിലും സംസ്ഥാനത്തും ഇല്ല. ഇനി 2 സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി വരാനുണ്ട്. ജൂലൈ 2 മുതൽ ഇതിനുള്ള അപേക്ഷ നൽകാം. അതോടുകൂടി തന്നെ എല്ലാ പ്രതിസന്ധിയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നതാണ് മന്ത്രി നൽകുന്ന വിശദീകരണം. ബാക്കിയെല്ലാം ബോധപൂർവം ഉണ്ടാക്കുന്ന പ്രതിഷേധങ്ങൾ മാത്രമാണെന്ന് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതേസമയം നിലവിൽ ഈ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നിയമസഭയിലടക്കം അത് പ്രതിപക്ഷം ഉന്നയിച്ചതുമാണ്. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതിന് മറുപടിയായി വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന കാര്യം ഈ ചില വിദ്യാർത്ഥികൾക്ക് വീടിനടുത്ത് തന്നെ അഡ്മിഷൻ വേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു നിലപാടുണ്ട്. ഇത് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. ദൂരെ ഈ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പ്രീ ഡിഗ്രിക്കൊക്കെ നമ്മൾ ദൂരെ പോയല്ലേ പഠിച്ചത് എന്നുള്ളൊരു മറുപടി കൂടി അല്ലെങ്കിൽ ഒരു പ്രതികരണം കൂടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന ഒരു വാശി വിദ്യാർത്ഥികൾ ഒഴിവാക്കണമെന്നൊരു പരോക്ഷ പ്രതികരണം കൂടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേസമയം ഈ സീറ്റ് പ്രതിസന്ധിയിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നത്. ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് MSF പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസ് പൂട്ടിയെടുത്തുകൊണ്ടാണ് ഈ MSF പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പിന്നീട് പോലീസ് എത്തിയാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. MSFന്റെയും KSUവിന്റെയും നേതൃത്വത്തിലാണ് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധം നടന്നുവരുന്നത്. ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശം.